ജിസയിലോ അനുമോളോ ആരാണ് ശരി? ബിഗ് ബോസിന്റെ ആദ്യ ടാസ്കിൽ നിന്നും നേടിയെടുത്ത ഒരു ബാഡ്ജ് ഉണ്ട്. അത് കൈവശം വെച്ചവർക്ക് മാത്രമാണ് അവരുടെ വസ്ത്രങ്ങളും മേക്കപ്പ് കിറ്റുകളും മറ്റും ഉപയോഗിക്കാനുള്ള അവകാശം ഉള്ളത്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ജിസേൽ ഗെയിം കളിക്കുന്നത് എങ്കിലും ഒരിക്കലും ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ജിസേലിന് സാധിച്ചിട്ടില്ല. ഈ കാര്യത്തിലും അതുതന്നെ. ബിഗ് ബോസ് കൊടുത്തതല്ലാത്തതായ പല മേക്കപ്പ് സാധനങ്ങളും ജിസേൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാറ്റിവെച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി ആദ്യ ആഴ്ചയിൽ ചെന്നെത്തിയത് ബിഗ് ബോസ് നിർത്തുന്നു എന്ന തീരുമാനത്തിലേക്കായിരുന്നു. ഇതേ തെറ്റുകൾ തന്നെ ജിസേൽ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഒന്ന് നോക്കുകയാണെങ്കിൽ അനുമോളും അവിടെയുള്ള മറ്റ് എല്ലാ ലേഡി കണ്ടസ്റ്റൻസിനും മേക്കപ്പ് ഇടണമെന്നും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉടുപ്പുകൾ ഉപയോഗിക്കണമെന്നും ഒക്കെയുള്ള വലിയ ആഗ്രഹമുണ്ടാകും. പക്ഷേ ഇതെല്ലാം ത്യജിച്ചുകൊണ്ടാണ് അവർ ആ വീട്ടിൽ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജിസേൽ ഈ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല. അനുമോൾ അത്തരത്തിൽ ജിസേൽ ചെയ്ത തെറ്റുകൾ കണ്ടെത്തിയതിന് മോഹൻലാൽ പ്രശംസിക്കുകയും ചെയ്തു. കൃത്യമായി ബിഗ് ബോസിനെ പറ്റി ജിസേലിന് അറിയാം എന്നതാണ് മറ്റൊരു കാര്യം. ഏതു തരത്തിലാണ് ഒരു വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യേണ്ടതെന്നും അയാൾ ആ കാര്യത്തിൽ റിയാക്ട് ചെയ്താൽ എങ്ങനെ സംയമനം പാലിക്കാമെന്നും ജിസേൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും മികച്ച പ്ലെയർ എന്ന നിലയിൽ തിരഞ്ഞെടുത്തതും ജിസേലിനെ തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള പല പോസിറ്റീവ് സൈഡുകൾ ഉണ്ടെങ്കിലും വീണ്ടും തെറ്റാവർത്തിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തക്കതായ ശിക്ഷ തന്നെ ജിസേലിന് ലഭിക്കണം. ഒനീലിനെയും ഷാരികയെയും പറഞ്ഞയച്ചതുപോലെ തന്നെ ജിസേലിനെയും ഡെഡ് സോണിലേക്ക് പറഞ്ഞയക്കണം. ഇനിയും തെറ്റാവർത്തിക്കാനാണ് ഭാവമെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുന്നത് തന്നെയാണ് ഏറ്റവും മികച്ച തീരുമാനം.